കോൺഗ്രസ് പാർട്ടി ലീഡ് ചെയ്യാൻ ആര് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെയുള്ള പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും ശക്തിശാലി, മോദിക്ക് ശേഷം പ്രധാനമന്ത്രിയാകാൻ യോഗ്യനാര്? നമസ്കാരം. മൂഡ് ഓഫ് ദ നേഷനും ഇന്ത്യ ടുഡേയും സി വോട്ടറും ചേർന്ന് നടത്തിയ സർവേയുടെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. തൊഴിലില്ലായ്മ, ട്രംപുമായിട്ടുള്ള രാജ്യത്തിന്റെ പ്രശ്നം, അയൽ രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബന്ധങ്ങൾ തുടങ്ങി വിവിധ മേഖലകളെ ക്രോഡീകരിക്കുന്ന ഒരു സർവേയാണിത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിശാലതയും വിശ്വാസ്യതയും വലുതാണ്. ഇതിന്റെ വിശ്വാസ്യത തിരിച്ചറിയാൻ കൂടുതലൊന്നും വേണ്ട. രാജ്യവും രാഷ്ട്രീയക്കാരും, എന്തിന് ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾ പോലും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സർവേയാണിത്. ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനം ഭരണസ്ഥിരതയാണ്. ഇവിടെ ഈ സർക്കാർ, ഇപ്പോഴത്തെ മോദി സർക്കാർ ഭരണസ്ഥിരത ഉറപ്പിച്ചത് 3 കാര്യങ്ങൾ കൊണ്ടാണ്. പൊളിറ്റിക്കലായി 16%, രാമക്ഷേത്ര നിർമ്മാണം 12%, ഡെവലപ്മെന്റ് 9% കൂടിയൊക്കെ ചേർന്നാണ് ഭരണസ്ഥിരത ഉറപ്പിച്ചത്. ഭരണസ്ഥിരത തന്നെയാണ് ഒരു രാജ്യത്തിന്റെ വിശ്വാസം, ഒരു രാഷ്ട്രീയത്തോടുള്ള വിശ്വാസം, രാജ്യത്തിന്റെ വളർച്ചയിലുള്ള വിശ്വാസം. വിരുദ്ധ അഭിപ്രായങ്ങൾ ചിലർക്കുണ്ടെങ്കിലും ഈ സർവേ വിവിധ മേഖലകളിലൂടെയാണ് കടന്നുപോകുന്നത്. അടുത്ത പ്രധാനമന്ത്രി ആര് എന്നുള്ള സർവേയുടെ ചോദ്യത്തിന് മോദിക്ക് ലഭിച്ചത് 51% വോട്ട് ഷെയർ ആണ്. തുടർന്ന് രാഹുൽ ഗാന്ധിക്ക് 27%, മമതയ്ക്ക് വെറും 2%മാണ് അടുത്ത പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന് രാജ്യം നൽകിയ വോട്ട് ഷെയർ. എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയിൽ ജനം ഇപ്പോഴും വിശ്വാസം അർപ്പിക്കുന്നു എന്നർത്ഥം. ഇന്ത്യൻ എക്കോണമി അഥവാ സാമ്പത്തിക വ്യവസ്ഥ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്തതാര് എന്ന മൂഡ് ഓഫ് ദ നേഷന്റെ ചോദ്യത്തിന് 33% വോട്ടാണ് മൻമോഹൻ സിംഗിന് ലഭിച്ചത്. 51% വോട്ടോടുകൂടി വളരെ മുന്നിൽ തന്നെ നരേന്ദ്രമോദിയുമുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി കുതിച്ചുയർന്നതോടുകൂടി വാങ്ങൽ ശേഷിയും വർദ്ധിച്ചു. ജനത്തിന്റെ വാങ്ങൽ ശേഷി മുൻ വർഷങ്ങളെക്കാൾ 23% കൂടുതൽ വർദ്ധിച്ചു എന്ന് സർവേ പറയുന്നു. കോൺഗ്രസ് പാർട്ടി ലീഡ് ചെയ്യാൻ ആര് എന്നുള്ള ചോദ്യത്തിന് പ്രിയങ്കയ്ക്ക് ലഭിച്ചത് 9% വോട്ടാണ്. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് 4 ഇരട്ടി വോട്ട് ഷെയർ ഉണ്ട്, 36%. കോൺഗ്രസ് പാർട്ടി ഭരിക്കാൻ അല്ലെങ്കിൽ നയിക്കാൻ ഏറ്റവും യോഗ്യൻ രാഹുൽ ഗാന്ധി തന്നെയെന്ന് സർവേ പറയുന്നു. പ്രതിപക്ഷ നേതാക്കളിൽ ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവാര് എന്നുള്ള ചോദ്യത്തിന് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിരിക്കുന്നത് 29% വോട്ട് ഷെയർ ആണ്. അത് മമതയ്ക്ക് വെറും 7%, അഖിലേഷ് യാദവിനും അരവിന്ദ് കെജ്രിവാളിനും വെറും 6% മാത്രമാണ്. പ്രതിപക്ഷ നേതാക്കളിൽ മുൻനിരയിൽ രാഹുൽ ഗാന്ധി തന്നെയുണ്ട്. ഇതുവരെയുള്ള പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും ശക്തിശാലി അഥവാ ശ്രേഷ്ഠനായ പ്രധാനമന്ത്രി ആര് എന്നുള്ള ചോദ്യത്തിന് നരേന്ദ്രമോദിക്ക് ലഭിച്ചിരിക്കുന്നത് 50% വോട്ട് ഷെയർ ആണ്. വാജ്പേയിക്കും മൻമോഹൻ സിംഗിനും അത് 12%, ഇന്ദിരാഗാന്ധിക്ക് 10%മാണ് ജനം നൽകിയ വോട്ട് ഷെയർ. ഇന്ത്യയിൽ നിലവിലുള്ള നേതാക്കന്മാരിൽ മോദിക്ക് ശേഷം പ്രധാനമന്ത്രിയാകാൻ യോഗ്യനാര് എന്നുള്ള ചോദ്യത്തിന് രാഹുൽ ഗാന്ധിക്ക് 29% വോട്ട് ഷെയർ ഉണ്ട്. അമിത്ഷായ്ക്ക് അത് 20% മാത്രമാണ്. യോഗിക്ക് 19%, നിതിൻ ഗഡ്കരിക്ക് അത് 13%വുമാണ്. മോദിക്ക് ശേഷം പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള BJP നേതാക്കളിൽ അമിത്ഷാ തന്നെയാണ് മുന്നിൽ. 27% വോട്ട് ഷെയർ ഉണ്ട്. 25% വോട്ട് ഷെയറുമായി യോഗി ആദിത്യനാഥ് ഉണ്ട്. നിതിൻ ഗഡ്കരിക്ക് 15% വോട്ട് ഷെയർ ആണുള്ളത്. രാജ്നാഥ് സിംഗിന് 6%, ശിവരാജ് സിംഗ് ചൗഹാന് 3%വുമാണ് BJP നേതാക്കളിൽ വോട്ട് ഷെയർ. നേതാവെന്ന നിലയിലും പ്രധാനമന്ത്രി എന്ന നിലയിലും മോദിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകുന്ന രാഷ്ട്രീയ നേതാക്കളിൽ അല്ലെങ്കിൽ BJP നേതാക്കളിൽ പ്രമുഖൻ അമിത്ഷാ തന്നെയാണ്. 29%. 25% പിന്തുണയുമായി യോഗിയുണ്ട്. ഗഡ്കരിക്ക് 16% വോട്ട് ഷെയർ മാത്രമേ മോദിക്ക് നൽകുന്ന പിന്തുണയ്ക്കുള്ളൂ. മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ഉയർന്നു എന്ന് 35% പേർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ താഴ്ന്നു എന്ന് 32% പേരും, പഴയ സ്ഥിതി തുടരുകയാണ് എന്ന് 30% പേരും അഭിപ്രായപ്പെടുന്നു. നിലവിലെ മോദി സർക്കാർ ഏറ്റവും പരാജയപ്പെട്ട കാര്യങ്ങൾ ഏതിലാണ് എന്നുള്ള ചോദ്യത്തിന് പ്രധാനമായും പറഞ്ഞത് അൺഎംപ്ലോയ്മെന്റ് ആണ്, 17%. തൊഴിലില്ലായ്മ തുടച്ചു നീക്കുന്നതിൽ 17% മാത്രമേ മോദി സർക്കാർ വിജയിച്ചുള്ളൂ.
നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനയുണ്ടായി എന്ന് 20% പേർ അഭിപ്രായപ്പെട്ടപ്പോൾ ഭീകരത അഥവാ ടെററിസം തുടച്ചു നീക്കുന്നതിൽ 9% മാത്രമേ വിജയിച്ചുള്ളൂ എന്ന് സർവേ പറയുന്നു. അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം നന്നായി ഇംപ്രൂവ് ചെയ്തു എന്ന് 51% പേർ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം താഴ്ന്നു എന്ന് 35% പേർ വോട്ട് ചെയ്തു. ആ ബന്ധം പഴയ രീതിയിൽ തുടരുന്നു എന്ന് 15% പേരാണ് റിപ്പോർട്ട് ചെയ്തത്. രാജ്യമാകെയും ഭരണപക്ഷവും പ്രതിപക്ഷവും സാധാരണ ജനങ്ങളും അയൽ രാജ്യങ്ങളും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്നതാണ് ഈ സർവേ. കാരണം ഈ സർവേക്ക് അത്രയും വിശ്വാസ്യതയുണ്ട്. ഇനിയും പ്രതിപാദിക്കാൻ ഈ സർവേയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവയെക്കുറിച്ച് പിന്നാലെ ഒരു ദിവസം പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകത്തെ ആകെയും ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ചെറുതായൊന്ന് പിടിച്ചുകുലുക്കിയ വാർത്തയാണ് എപ്സ്റ്റീൻ ഫയൽസ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വാർത്ത.